തമ്പി അദ്ദേഹത്തിന്റെ തറവാട്ടി കാലെടുത്ത് വെക്കുകയെന്ന് വെച്ചാ പെൺപിള്ളേർ ഭാഗ്യം ചെയ്തിരിക്കണം. നിങ്ങൾ അതിന് സമ്മതിക്കേണ്ടതായിരുന്നു. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷെ ഒരു കാര്യമാണ് എനിക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നത്. പ്രഭാകരൻ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തലയ്ക്ക് സുഖമില്ലായി. അത് പഠിച്ചോണ്ടിരുന്ന കാലത്തല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, കോളേജ് പഠിപ്പിക്കുന്ന ആളല്ലേ. അല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനത് ഓർത്തുപോയി. പിന്നെ നമ്മുടെ മകള് ഓരോരുത്തരെ മനസ്സിൽ വിചാരിക്കുന്നതല്ലേ, നമ്മളായിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിന്. ബാബുന്റെ കാര്യമല്ലേ, അവനെയും വരാൻ പോകുന്നില്ലെന്ന് ഓണത്തിന് വരുമെന്നും പറഞ്ഞ് കത്തെഴുതിയിട്ട് എന്തായി? നമ്മൾ കാത്തിരുന്നാൽ മാത്രം മിച്ചം. നിങ്ങൾ ഏതായാലും തമ്പി അദ്ദേഹത്തിനെ കണ്ട് കല്യാണം അന്ന് ഉറപ്പിക്കാൻ നോക്കും. ബാബു എഴുതില്ലെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതി അത്. അവൻ ബോംബെയിലാണെങ്കിലും ഞാൻ നാളെ അവന്റെ നാട് വരെ ഒന്ന് പോവാം. നാട്ടുകാർക്ക് അവനെ പറ്റി എന്തെങ്കിലും വിവരമില്ലാതിരിക്കില്ലല്ലോ. എന്നിട്ട് മതി. ഒരെഴുത്തുണ്ട്. എഴുത്തോ? ഓ, മുതലാളി എന്ന് പറഞ്ഞില്ലേ എന്റെ മകളുടെ വിവാഹക്കാരി? പ്രഭാകരൻ കുഞ്ഞിന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. ശങ്കറിന് ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്താം. വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഇന്നലെ രാത്രി ഞാനും ചേട്ടനും കൂടി വളരെ നേരം സംസാരിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, കുറെ കാലം ഒരു ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. ഞാൻ നല്ലോണം ആലോചിച്ചതിന് ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. രാജിക്ക് ഇഷ്ടമാണെന്ന് അറിയണ്ടേ? എനിക്ക് രാജിയോടൊന്ന് ചോദിക്കണം. രാജി, 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 എനിക്കിഷ്ടമാണ്. രാജിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. അവൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ തീരുമാനിക്കുന്നതിനെതിരായി അവളൊന്നും പറയില്ല. ബാബുട്ടാ, എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഓണത്തിന് വരാമെന്ന് പറഞ്ഞതല്ലേ? എന്റെ വിവാഹത്തിന് മുൻപ് ബാബുവേട്ടൻ വരണം, തീർച്ചയായും വരണം. വരില്ലേ ബാബുവേട്ടൻ? കരയുടെ മുന്നേ അമ്മേ, ബാബുട്ടൻ വരുമേ, വരുമെന്നാണ് എന്റെ വിശ്വാസം. അമ്മയ്ക്ക് അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞുണ്ട്. മീനാക്ഷി, എന്താ അവൾക്ക്? എന്താ അവൾക്കെന്ന്?
കരച്ചിൽ കണ്ടില്ലേ? ബാബു വരുമോ ഇല്ലയോന്ന് കുറച്ചുനാളോട് നോക്കിയിട്ട് പോരെ. ഇനി ഈ വീട്ടിൽ ആരും അവനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മീനാക്ഷി, ഇനി ഈ കാര്യത്തിൽ ഇവരുടെ ഇഷ്ടമോ ഇഷ്ടപ്പെടോ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. പെൺകുട്ടികള്, അവരുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. ഇവളുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വേണ്ട ച, എന്റെ ഗുണത്തിന് വേണ്ടി. നിർത്ത്. ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ കാര്യം നോക്കാൻ ഈ വീട്ടിൽ ഞാനുണ്ട്. മീനാക്ഷി, ഞാൻ വാക്കും കൊടുത്ത് നാളെ മുറിപ്പിച്ചിട്ടാണ് വരുന്നത്. ഇനി ഇതിനെതിരായി ഈ വീട്ടിൽ ഒരാളൊരക്ഷരം വേണ്ടിപ്പോരുത്, ഞാൻ പറഞ്ഞേക്കാം. മീനാക്ഷി എന്തിനാ കരയുന്നത്? അവൾക്കൊരു നല്ല കാലം ഉണ്ടായതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പുതിയ വീടും പുതിയ ആളുമായി പരിചയപ്പെടുമ്പോൾ അല്പം വിഷമം തോന്നും. അത് ഈ സന്ദർഭത്തിന്റെ പ്രത്യേകതയാണ്. നീ എന്റെ ഭാര്യയാകുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആയപ്പോ ഇനി ഒരിക്കലും പിരീഡെന്ന് തോന്നുന്നു. നമുക്കൊരുമിച്ച് ജീവിക്കാം, മരണം വരെ. അനിയന്റെ കല്യാണം കഴിഞ്ഞു, അവനൊരു കുടുംബമായി. ഇനി നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. ഇങ്ങനെ മൂളിയാ പോരാ, എനിക്ക് രണ്ട് കൊച്ചുങ്ങളുള്ളതാ. അവർക്കിപ്പോ എന്ത് പറ്റി? ഒന്നും പറ്റാതിരിക്കാനാ പറയുന്നത്. സ്വത്തുക്കൾ ഉടനെ ഭാഗം വയ്ക്കണം. ഇല്ലെങ്കിൽ പ്രഭാകരന് കൊച്ചുങ്ങളുണ്ടായാൽ അവർക്കും പോകില്ലേ ഓഹരി. അനിയനോട് സ്നേഹം കാണിച്ച് കാണിച്ച് നിങ്ങൾ എന്റെ കൊച്ചുങ്ങളെ വയ്യാധാരാക്കും. എന്റെ ഭവാനി, നീ ഒന്ന് കിടന്നുറങ്ങ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തർക്ക് പിടിക്കില്ല. രാജി, ഉറങ്ങുന്നില്ലേ? എന്താ? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല.